നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സർവീസിനായി എത്തിയിരിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ S24 അൾട്ര. അതിന് വാട്ടർ ഡാമേജ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് തായ്ലൻഡിൽ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില ഏകദേശം നിങ്ങൾക്കറിയാം. ഇത് പക്ഷേ നല്ല വിലക്കുറവ് കിട്ടിയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. പുള്ളി 2 മേടിച്ച് പുള്ളിയുടെ കൂടെ ഉള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് മൊത്തം ഒരു 8 അവിടുന്ന് വാങ്ങിച്ചു. നല്ല വിലക്കുറവ് കിട്ടിയപ്പോൾ മേടിച്ചു. ഇന്ത്യയിലെ വില വെച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവ്. അപ്പോൾ സംഗതി അവിടെ നിന്ന് വാങ്ങിച്ചു. ഇപ്പോൾ ഇവിടെ വന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ ഇത് വെള്ളത്തിൽ പോയി. അതിന് മുമ്പ് തന്നെ താഴെ പോയി പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കാര്യം ഇത് നിങ്ങൾക്കും ഇതുപോലെ പറ്റാം. താഴെ പോയി പൊട്ടാം, വെള്ളത്തിൽ പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതിൻ്റെ ടെസ്റ്റ് അതൊന്നും അല്ല. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഫോണാണ്. നല്ല ലുക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ഇത് അവിടുന്ന് 30,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. S24 അൾട്രയുടെ വില ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സാധനം 30,000 രൂപയ്ക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവിടുന്ന് 8 വാങ്ങിച്ചത്. ബോക്സ് പൊട്ടിക്കാത്ത പീസ് 8 മേടിച്ചു. അതിവിടെ വന്നിട്ട് അവർ പലർക്കും വിൽക്കുകയും ചെയ്തു. അതിലൊരു പീസാണിത്. ഇത് യാദർച്ഛികമായിട്ട് വെള്ളത്തിൽ പോയി കംപ്ലൈൻ്റ് ആയി. അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇത് ഇവിടെ വന്ന് നമ്മൾ അഴിച്ചു നോക്കുമ്പോഴാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു. പിന്നെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ കാണണം. ഇതുണ്ട്, ഇതിൻ്റെ ക്യാമറ നോക്കി. 3 ക്യാമറ ഇവിടെ ഉണ്ട്, പിന്നെ ഇപ്പുറത്ത് 2 ക്യാമറ, എന്നിട്ട് ഫ്ലാഷ്. ഇത് നമ്മൾ ഗൂഗിളിൽ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് S23 അൾട്ര, S24 അൾട്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് വരും. അപ്പം നമ്മളിത് അഴിച്ച് നോക്കി. ഇത് അഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ കാണാൻ പോകുന്നത്. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം. ഞാൻ അഴിച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്സാണിത്. ഇത് നമ്മളങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നോക്കിയേ, എന്തൊരു കോമഡിയാണെന്ന് നോക്കിയേ. സാംസങ്ങിൻ്റെ ബാറ്ററി ഇങ്ങനെയേ അല്ല വരുന്നത്. അതുപോലെ ഇതിൻ്റെ ക്യാമറ കണ്ടോണം. ഇതിൻ്റെ ക്യാമറയാണ് ഏറ്റവും വലിയ കോമഡി. ഇത് 3 ക്യാമറ, ഇപ്പുറത്ത് 2 ക്യാമറ, ഫ്ലാഷ്. നമ്മൾ ഈ ക്യാമറ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണം, ശ്രദ്ധിച്ച് നോക്കിക്കോണേ. എൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് വെച്ചേക്കുവാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മാറ്റാം. നോക്കി ഇതിൻ്റെ ക്യാമറ നോക്കി, തേരിക്കുന്നത് ക്യാമറ. ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആകെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരൊറ്റ ക്യാമറയാണ്. ബാക്ക് ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒറ്റ ക്യാമറയുള്ളൂ. പിന്നെ ഒരെണ്ണം ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൻ്റെ ബോർഡ് നോക്കി. ഇതിനകത്തെ ബോർഡൊന്ന് നോക്കി. ഇതിനകത്ത് ഒരു കിഴങ്ങും ഇല്ല. ഇത് മൊത്തം തട്ടിപ്പ് സാധനമാണ്. 30,000 രൂപ കൊടുത്ത് ഒരാൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വില കുറച്ച് എന്ത് സാധനം കിട്ടുമെന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ചാടി വീഴുന്നവരാലോചിച്ചോളൂ. ആ പണി നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ രസം. ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും വമ്പം വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. എന്തെങ്കിലും ഒരു സാധനം വളരെ വില കുറച്ച് കിട്ടുമെന്നറിയുമ്പോൾ അതിനകത്തോട്ട് ചാടി വീഴുന്നവർ ശ്രദ്ധിച്ചോളുക. ഇതേപോലത്തെ മുട്ടം പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാകുന്നത് ഇതൊരു 2,000 രൂപ, 3,000 രൂപ, അല്ലെങ്കിൽ മാക്സിമം ഒരു 5,000 രൂപയ്ക്കുള്ള സാധനമേ ഇതുള്ളൂ. ആ സാധനമാണ് 30,000 രൂപ കൊടുത്ത് വാങ്ങിച്ച് കടൽ കടത്തി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതേപോലുള്ള പണികൾ നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.